കൊല്ലത്ത് കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ മുകേഷിന് ആകുമോ? മുകേഷ് നടനാണ്, സിറ്റിംഗ് MLA ആണ്. കെ പ്രേമചന്ദ്രനും ഒട്ടും മോശക്കാരനല്ല. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിലാണ് കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് ജയിച്ചു കയറിയത്. അങ്ങനെ ജയിച്ച പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM ഇത്തവണ മുകേഷിനെ കളത്തിലിറക്കിയിരിക്കുന്നത്. കൊല്ലം RSPയുടെ തട്ടകമാണ്. ശ്രീകണ്ഠൻ നായർ ആണ് RSPയുടെ അടിത്തറ കൊല്ലത്ത് അരക്കിട്ട് ഉറപ്പിച്ചത്. RSPയെ പല ഘട്ടങ്ങളിൽ ചെറിയ പാർട്ടി എന്ന തരത്തിൽ പരിഹസിച്ചവരാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും. RSP കൊല്ലം മുതൽ നീണ്ടകര വരെ നീണ്ടുകിടക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പണ്ട് പരിഹാസം കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പറഞ്ഞിരുന്നു. ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടിയാണ് RSP എന്ന വിമർശനവും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും കൊല്ലത്ത് RSP അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ്. കെ പ്രേമചന്ദ്രനും നിസ്സാരക്കാരനല്ല. പഴയ കൃഷ്ണകുമാറിനെ അട്ടിമറിക്കാനാണ് RSP കൊല്ലത്ത് പ്രേമചന്ദ്രനെ ആദ്യം ഇറക്കുന്നത്. അങ്ങനെ 96-ലും 98-ലും പ്രേമചന്ദ്രൻ കൊല്ലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെത്തി. മെമ്പർ ഓഫ് പഞ്ചായത്തിൽ നിന്ന് മെമ്പർ ഓഫ് പാർലമെൻറ്റായ ആളാണ് കെ പ്രേമചന്ദ്രൻ. നാവായിക്കുളം പഞ്ചായത്തിൽ നിന്നാണ് ആദ്യം പ്രേമചന്ദ്രൻ തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചത്. പിന്നെ പാർലമെൻറ്റിലേക്കും. മികച്ച ട്രാക്ക് റെക്കോർഡാണ് കെ പ്രേമചന്ദ്രന് ഉള്ളത്. യുവാവായി രാഷ്ട്രീയ രംഗത്തെത്തിയ കെ പ്രേമചന്ദ്രൻ തൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള പയറ്റ് വളരെ ശക്തമായി തന്നെ തുടർന്നു, കഴിവ് തെളിയിക്കുകയും ചെയ്തു. പിന്നീട് VS മന്ത്രിസഭയിലൊക്കെ അദ്ദേഹം മന്ത്രിയായി. ജലവിഭവ മന്ത്രിയൊക്കെയായാണ് അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചത്. പക്ഷേ പ്രേമചന്ദ്രൻ പിന്നെ മുന്നണി മാറി UDFിലെത്തിയപ്പോൾ അത് പിണറായി വിജയന് ഒട്ടും സഹിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം പരനാറി പ്രയോഗം നടത്തിയത്. പക്ഷേ അത് പിണറായി വിജയന് തന്നെ തിരിച്ചടിയായി. MA ബേബിയെ വലിയ ഭൂരിപക്ഷത്തിൽ അന്ന് കെ പ്രേമചന്ദ്രന് പരാജയപ്പെടുത്തുന്നതിന് ആ പ്രയോഗം വഴിവെച്ചു. പ്രേമചന്ദ്രൻ ജയിച്ചത് ബേബിയെ വല്ലാതെ തളർത്തി. MLA ആയിരുന്ന ബേബി MP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയി തോറ്റപ്പോൾ ഇനി താൻ MLA സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല എന്ന നിലപാട് സ്വീകരിച്ചു. ജനങ്ങൾ തോൽപ്പിച്ച താൻ ഇനി എങ്ങനെ MLA ആയി തുടരും എന്ന് ബേബി ചോദിച്ചു. ധാർമ്മിക അടിത്തറയുള്ളയാളാണ് MA ബേബി. നിലപാടുകളിൽ ആ കാർക്കശ്യം ഉണ്ടുതാനും. അതുകൊണ്ട് MLA സ്ഥാനം ബേബി ഒഴിഞ്ഞേക്കും എന്ന ആശങ്ക അന്ന് പടർന്നു. പിന്നീട് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ഒക്കെ ഇടപെട്ടാണ് MA ബേബിയെ പിന്തിരിപ്പിച്ചത്. ഏതായാലും ആ പ്രേമചന്ദ്രനോട് ഏറ്റുമുട്ടാനാണ് ഇപ്പോൾ മുകേഷ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ കെ പ്രേമചന്ദ്രനോട് ഏറ്റുമുട്ടിയത് നമ്മുടെ ധനമന്ത്രി ബാലഗോപാലാണ്. ബാലഗോപാലും നിസ്സാരക്കാരനല്ല. അദ്ദേഹവും കൊല്ലത്ത് വലിയ ജനബന്ധമുള്ള നേതാവാണ്. പ്രേമചന്ദ്രൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് തൻ്റെ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയത്. മികച്ച വിദ്യാർത്ഥിയായിരുന്നു, ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു. ഗോൾഡ് മെഡലിസ്റ്റായ പ്രേമചന്ദ്രൻ രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ അവിടെയും വെട്ടിത്തിളങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ UDFിന് അനുകൂലമായ ഒരു തരംഗം കൂടി ആഞ്ഞടിച്ചതോടെ ബാലഗോപാലിനെ അട്ടിമറിച്ച് കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലെത്തി. എന്നാൽ പാർലമെൻറ്റിൽ കെ പ്രേമചന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് CPM അദ്ദേഹത്തെ വിമർശിച്ചത് പ്രേമചന്ദ്രൻ മോദിയുടെ ആളാണ് എന്നാണ്. കഴിഞ്ഞിടയ്ക്ക് ചില സൽക്കാര പരിപാടികളിൽ പ്രേമചന്ദ്രൻ പങ്കെടുത്തത് ചൂണ്ടിക്കാണിച്ച് ആ വിമർശനം വീണ്ടും ശക്തമായി CPM രംഗത്തിറക്കി. പ്രേമചന്ദ്രൻ മോഡിയെ പുകഴ്ത്തുന്നയാളാണെന്നും അതുകൊണ്ട് പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തണമെന്നുമാണ് CPM ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും തനിക്ക് BJPയുടെ രാഷ്ട്രീയത്തോട് യാതൊരു ആഭിമുഖ്യവും ഇല്ല എന്ന് പ്രേമചന്ദ്രൻ തറപ്പിച്ച് പറയുന്നു. സിനിമാ രംഗത്തിലൂടെ തൻ്റെ മികവ് തെളിയിച്ച ആളാണ് മുകേഷ്. മികച്ച അഭിനേതാവാണ്. തമാശകൾ പറയാൻ ഇതുപോലെ നല്ലൊരാളില്ല. മുകേഷിൻ്റെ കോമഡികൾ കണ്ട് ചിരിക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് കരുതാം. മുകേഷ് പലപ്പോഴും പക്ഷേ വിവാദങ്ങളിൽ ചെന്ന് കുടുങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് മുകേഷ് കുടുങ്ങിയത്. തന്നെ വിളിച്ച ആരാധകരെ മുകേഷ് കണക്കിന് ചീത്ത പറഞ്ഞു. അത് പലരും ക്ഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത വിവാദം പൊങ്ങി വന്നത്.
ഒരു സഹായം അഭ്യർത്ഥിച്ച് CITU നേതാവിൻ്റെ മകൻ പാലക്കാട് നിന്ന് മുകേഷിനെ വിളിച്ചു. സ്വന്തം മണ്ഡലത്തിലെ MLA വിളിക്കാതെ കൊല്ലത്തിരിക്കുന്ന തന്നെ വിളിച്ചത് എന്തിനാണ് എന്ന് മുകേഷ് പൊട്ടിത്തെറിച്ചു. ഈ കുട്ടി വിളിച്ചതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്നൊക്കെയുള്ള ആരോപണം പിന്നെ മുകേഷ് ഉന്നയിച്ചു. സംഗതി വിവാദമായതോടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രയോഗമാകാം. ഏതായാലും കുട്ടിയെ മുകേഷ് സഹായിച്ചില്ല എന്നത് വലിയ ആരോപണത്തിനിടയാക്കി. മാത്രവുമല്ല, കുട്ടിയെ അന്വേഷിച്ച് പാലക്കാട് MP ആയ ശ്രീകണ്ഠൻ ആ കുട്ടിയുടെ വീട്ടിലെത്തി. അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊക്കെ മുകേഷ് ആവശ്യപ്പെട്ടത്. ഏതായാലും കുട്ടി CPM അനുഭാവികളുടെ കുടുംബത്തിൽ നിന്നാണ് എന്ന് മനസ്സിലായതോടെ ആ വിവാദം പതുക്കെ അങ്ങനെ CPM അവസാനിപ്പിച്ചു. മുകേഷ് ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അദ്ദേഹം വളരെ ശക്തമായി പ്രചരണ രംഗത്തിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആളുകളും മുകേഷിനെ കാണാൻ വലിയ കൗതുകത്തോടു കൂടിയാണ് എത്തിച്ചേരുന്നത്. മുകേഷ് വലിയ നാടകാചാര്യനായ O. മാധവൻ്റെ മകനാണ്. O. മാധവൻ്റെ പ്രസിദ്ധമായ നാടകങ്ങൾ ആസ്വദിച്ചവരാണ് ഒരു തലമുറയിലെ മലയാളികൾ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും ആദരിക്കുന്നവരാണ് മലയാളികൾ. ആ ആദരവ് തന്നോടുമുണ്ടാകും എന്ന് മുകേഷ് കണക്കുകൂട്ടുന്നു. മാത്രമല്ല, MLA ആയി 2 വട്ടം ജയിച്ച സാഹചര്യത്തിൽ ഇനി പാർലമെൻറ്റ് അംഗമാകാൻ തനിക്ക് കഴിയും എന്ന പ്രതീക്ഷയിലാണ് മുകേഷ്. പ്രേമചന്ദ്രന് തൻ്റേതായ ഒരു പ്രതിച്ഛായയുണ്ട്. അത് ഗുണം ചെയ്യും എന്നാണ് UDFൻ്റെ കണക്കുകൂട്ടൽ. വിരുന്നിൽ പങ്കെടുത്ത കാര്യമൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കില്ല എന്ന് UDF കണക്കാക്കുന്നു. മാത്രമല്ല, ഈ ജ്യോതി ബാസു അനുസ്മരണ പരിപാടികൾ പോലുള്ള ഇടങ്ങളിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ പോയിട്ടുണ്ട് എന്ന ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് UDF ഈ കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നത്. രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് NK പ്രേമചന്ദ്രൻ്റെ നിലപാട്. എന്നാൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം. പാർലമെൻറ്റിൽ താൻ നടത്തിയ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്ന് NK പ്രേമചന്ദ്രൻ പറയുന്നു. മത്സരരംഗത്ത് മൂന്നാമതൊരാൾ കൂടിയുണ്ട്. അത് നടൻ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറും പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് കുടുങ്ങിയിട്ടുള്ള ആളാണ്. മുമ്പ് കൃഷ്ണകുമാറിൻ്റെ കുഴികുത്തി കഞ്ഞി കുടിക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു പ്രയോഗം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. കുഴികുത്തി അതിൽ ഇലവെച്ച് പഴങ്കഞ്ഞി കുടിക്കുന്നത് താൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് ഒരു ജന്മിത്ത മനോഭാവത്തിൻ്റെ ഭാഗമായാണ് എന്നായിരുന്നു വിമർശനം. വീട്ടിൽ നല്ല ഭക്ഷണമുണ്ടായിട്ടും ആളുകൾ പഴങ്കഞ്ഞി കുടിക്കുന്നത് നോക്കി കൊതിച്ചിരുന്ന കൃഷ്ണകുമാറിനെ ജനം വെറുതെ വിട്ടില്ല. സൈബർ രംഗങ്ങളിൽ വലിയ ആക്രമണം ഉണ്ടായി. സൈബർ ആക്രമണങ്ങളൊക്കെ അതിജീവിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നാണ് കൃഷ്ണകുമാറിൻ്റെ നിലപാട്. സൈബർ ആക്രമണങ്ങളെ പോസിറ്റീവായി എടുക്കണം എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. KK തോട്ട്സ് എന്ന അദ്ദേഹത്തിൻ്റെ YouTube ചാനൽ വഴി ഈ സൈബർ ആക്രമണങ്ങളെ എങ്ങനെ നേരിടാം എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ആളുകൾ തന്നെ കുറ്റം പറയുമ്പോഴും അത് കണക്കാക്കാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് വേണം എന്ന് കൃഷ്ണകുമാർ പറയുന്നു. കൃഷ്ണകുമാർ ഒരു വാർത്താ അവതാരകനായിരുന്നു. ദൂരദർശനിലൊക്കെ മികവ് തെളിയിച്ചയാളാണ്. കൃഷ്ണകുമാർ സൈന്യത്തിൽ ചേരാനാണ് ആദ്യം ആഗ്രഹിച്ചത് എന്ന് വേണം കരുതാൻ. അതിന് അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം വാർത്താ അവതാരകനായി തിളങ്ങി. അത് കണ്ട് അദ്ദേഹത്തിന് സിനിമയിൽ അവസരം ലഭിച്ചു. പക്ഷേ ആദ്യ സിനിമയിലെ രംഗങ്ങൾ പുറത്തിറങ്ങിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹം ഡബ്ബിങ്ങിൽ ഒരു കൈ പരിശോധിച്ചു. പക്ഷേ ഈ ഡബ്ബിങ് ചെയ്യുന്നവരുടെ സംഘടനയിൽ അംഗത്വമില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം സ്വീകരിക്കാൻ അന്ന് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ആളുകൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന് സ്റ്റുഡിയോ വിട്ടു പോകേണ്ടിയും വന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് തൻ്റേതായ സംഭാവനകൾ നൽകി. കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാനയും മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടിയാണ്. ഈ താരത്തിളക്കമൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കുമോ എന്ന ചില സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറും അങ്ങനെ കണക്കാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് വന്നതോടുകൂടി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ല എന്ന് ചിലർ കണക്കുകൂട്ടി. അങ്ങനെയാണ് പിന്നീട് വന്ന പട്ടികയിൽ കൃഷ്ണകുമാർ കൊല്ലത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് BJP വ്യക്തമാക്കിയത്. 3 പേരും ഏറ്റുമുട്ടുമ്പോൾ അതിന് പല പ്രത്യേകതകളുണ്ട്. ജനപ്രിയനായ NK പ്രേമചന്ദ്രനും താരങ്ങളായ മുകേഷും അതുപോലെ കൃഷ്ണകുമാറും ഒക്കെ കളം നിറയുമ്പോൾ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ രസകരമായി മാറുകയാണ്.
കൊല്ലത്ത് കഴിഞ്ഞ 3 തവണത്തെ സാഹചര്യം പരിശോധിച്ചാൽ UDFിൻ്റെ വോട്ട് ശതമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2009 47.6% വോട്ടാണ് അവിടെ UDFിന് ലഭിച്ചത്. 2014 ആകുമ്പോൾ അത് 46.5 ആയെങ്കിലും 2019 അത് 52.1 ഉയർന്നു. കഴിഞ്ഞ തവണ ഉണ്ടായ UDF അനുകൂല തരംഗമാകാം ഒരുപക്ഷെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. എങ്കിലും കൊല്ലത്ത് തൻ്റെ സീറ്റ് ഭദ്രമാണ് എന്ന് NK പ്രേമചന്ദ്രൻ കരുതുന്നു. ഈർക്കിലി പാർട്ടിയാണ് NK പ്രേമചന്ദ്രൻ്റേത് എന്ന് CPMന് ആക്ഷേപമുണ്ട്. എന്നാൽ NK പ്രേമചന്ദ്രൻ ഒരു ഈർക്കിലി നേതാവല്ല. അദ്ദേഹം കരുത്തനാണ്, ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുള്ളയാളാണ്. മുകേഷും മോശക്കാരനല്ല. ഇത്തവണ തൻ്റെ താരത്തിളക്കവും MLA എന്ന നിലയിലുള്ള പ്രകടനവുമൊക്കെ ജനങ്ങൾ അംഗീകരിക്കും എന്നാണ് അദ്ദേഹം കരുതുന്നത്. K കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന S കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തിയാണ് NK പ്രേമചന്ദ്രൻ ആദ്യം പാർലമെൻറ്റിലെത്തിയത്. എന്നാൽ പിന്നീട് MA ബേബിയെയും തറപറ്റിച്ച് അദ്ദേഹം തൻ്റെ മികവ് തെളിയിച്ചു. MA ബേബിയെയും KN ബാലഗോപാലിനെയും ഒക്കെ പരാജയപ്പെടുത്തിയ NK പ്രേമചന്ദ്രൻ തന്നോട് പരാജയപ്പെടും എന്ന് മുകേഷ് കണക്കുകൂട്ടുന്നു. BJPക്ക് മണ്ഡലത്തിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയാണ് താരവും ഒപ്പം തന്നെ BJPയുടെ ദേശീയ നേതാവുമായ കൃഷ്ണകുമാർ. 2021 കൃഷ്ണകുമാർ BJPയിൽ എത്തുന്നത്. ഫെബ്രുവരിയിൽ എത്തിയ കൃഷ്ണകുമാർ ഒക്ടോബർ ആകുമ്പോഴേക്കും ദേശീയ കൗൺസിൽ അംഗമായി. അപ്പോൾ BJP തന്നിൽ വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്നു എന്നാണ് കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. ആ പ്രതീക്ഷ ജനങ്ങൾ പിന്താങ്ങും എന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. അങ്ങനെ കൊല്ലത്തെ മത്സരം താരങ്ങളുടെ മത്സരമാകുന്നു. ഒപ്പം താരപ്രഭയില്ലെങ്കിലും ജനപ്രിയനായ NK പ്രേമചന്ദ്രൻ്റെ കൂടി മത്സരമായി മാറുകയാണ്. ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ നാളുകളിൽ സുപ്രധാനവും നിർണായകവുമായിരിക്കും.